എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് മാധ്യമ പ്രവർത്തകരോടും രാഷ്ട്രീയക്കാരോടുമാണ്. ഈയിടയ്ക്ക് നാം കാണുന്ന മാധ്യമ ന്യൂസുകളും ഓൺലൈൻ ന്യൂസുകളും ഒക്കെ ശുഭപ്രതീക്ഷ തരുന്ന യാതൊരു കണ്ടൻസും അതിലില്ല. എവറിത്തിങ് സസ്പെൻസ്. ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ യാതൊന്നും കേൾക്കുന്നില്ല. എവിടെയും മൂടുപടങ്ങൾ മാത്രം. നമുക്കറിയാം, ഇപ്പോഴത്തെ ഇലക്ഷൻ സമയത്ത് എല്ലാ പാർട്ടിക്കാരും പരസ്പരം ജയിക്കാൻ വേണ്ടി പല ഗിമ്മിക്സുകളും ഇറക്കുകയാണ്. അസാധാരണ എല്ലാ ഇലക്ഷനിലും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതിലെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോഴുള്ള ഓരോ പുതിയ ട്രെൻഡുകളും കാണിക്കുന്നത്. ഇലക്ഷൻ പല പാർട്ടിക്കാരും ഉള്ളൊരു മത്സരമാണ്. അത് ആരും വിട്ടുകൊടുക്കില്ല. എന്നാൽ നാം അറിയാത്ത മറ്റൊരു മത്സരം പിന്നിൽ നടക്കുന്നുണ്ട്. അതാര് തമ്മിലത്? അത് പ്രത്യേകിച്ച് പറയേണ്ടത് പ്രത്യേകമായിട്ടുള്ളത് അത് ഈ മാധ്യമങ്ങൾ തമ്മിലുള്ളൊരു ഫൈറ്റിങ്ങാണ്. അവിടെ വലിയ തമാശകളാണ് അവർ കാട്ടിക്കൂട്ടുന്നത്. ഇവരിൽ പല പ്രവർത്തകരും കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും പോയി നല്ല ഹാർഡ് ന്യൂസ് ഇവർ എങ്ങനെയും കിട്ടും. ആ ന്യൂസിനെ അവർ വളരെ അതീവ രഹസ്യമായി വയ്ക്കും. എന്നിട്ട് അതിനൊരു നല്ല സമയം നോക്കിയിരിക്കും. നല്ല സമയത്തിന് അത് പ്രയോഗിച്ചാൽ ആ പ്രയോഗിക്കുന്ന കൂട്ടർക്ക് മാധ്യമ പ്രവർത്തകന് നല്ലൊരു റീച്ച് കിട്ടും. അപ്രതീക്ഷിതമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ സമയം. എന്നാൽ സംഭവിച്ചു പോകുന്നത് മറ്റൊന്നാണ്. അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്നും പലപ്പോഴും മറ്റുള്ള വ്യക്തികൾ അടിച്ചു മാറ്റാറുണ്ട്. അത് വലിയ ടെക്നിക്കലായിട്ടാണ് ഇവർ അടിച്ചു മാറ്റുന്നത്. അതിനും അവരുപയോഗിക്കും പല പരിപാടികളും, പല തരികിടയും. പല സാഹചര്യം അങ്ങനെ ഉണ്ടാക്കും. പല സാഹചര്യത്തിൽ എത്തിച്ച് അതിനെ ആ ഒരു പ്രധാന സമയത്ത് ഇവരുടെ കയ്യിലുള്ളത് അവർ ചോർത്തിക്കൊണ്ടങ്ങ് പോകും. ഇവരിതൊന്നും അറിയില്ല. അടുത്ത ദിവസം ഈ വാർത്തകളിൽ കൂടിയോ മാധ്യമങ്ങളിൽ കൂടിയോ ഇവരറിയുമ്പോഴാണ് ഇവർക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. കാരണം ആരെയും എന്ത് കബളിപ്പിച്ച് ഏതെങ്കിലും രീതിയിൽ മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന വാർത്തകളെ ചോർത്തെടുത്ത് തൻ്റെ മാധ്യമത്തിലൂടെ അതിനെ പുറത്തു വിടുക. അങ്ങനെയാണല്ലോ റീച്ച് ഉണ്ടാക്കുക. അതിൽ കുപ്രസിദ്ധി നേടിയ 1-2 മാധ്യമങ്ങളുണ്ട്. അവരെന്തും ചെയ്യും. അവർക്ക് അതിൻ്റെ അറിയാൻ കാരണം ദേ ആർ പ്രൊഫഷണൽ പീപ്പിൾ. സോ കഴിയുന്നതും ഈ മാധ്യമ പ്രവർത്തകർ അവരുടെ എത്തിക്സ് കളയാതെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സമൂഹത്തിന് കൊടുക്കേണ്ടത് നല്ല സന്ദേശങ്ങളും നല്ല വാർത്തകളുമാണ്. നിങ്ങൾ പരസ്പരം പോരടിച്ച് ഉള്ള വാർത്തകൾ മറ്റുള്ളവർ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഇനി എനിക്ക് പറയാനുള്ളത് വീണ്ടും ഈ രാഷ്ട്രീയക്കാരോടും ഈ മാധ്യമപ്രവർത്തകരോടും തന്നെയാണ്. കഴിയുന്നതും നിങ്ങൾ പബ്ലിക്കിനെ ഫൂൾ ചെയ്യരുത്, വിഡ്ഢികളാക്കരുത്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരോട് പറയുകയാണ്, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും സ്വയം നിയന്ത്രിക്കുക. സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരും തന്നെ ഒരുത്തരത്തും എത്തപ്പെടാൻ സാധിക്കില്ല. എപ്പോഴും വേഗം ഉദിച്ചുയരുന്ന സൂര്യനെ പലപ്പോഴും
കറുത്ത കാർമേഘങ്ങൾ മറയ്ക്കാറുണ്ട്. ഈ ഓർമ്മ എല്ലാവരിലും ഉണ്ടായിരിക്കണം. അത് മറഞ്ഞാൽ ആ കാർമേഘം പിന്നെ എപ്പോൾ മാറി സൂര്യൻ്റെ വെളിച്ചം നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അത് പ്രകൃതിയാണ് നിശ്ചയിക്കേണ്ടത്. ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കുന്ന ഈ ജനങ്ങളെ അവിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തന ശൈലി, ജീവിതശൈലി, അത് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ, അത് സ്ത്രീകളായിരുന്നാലും ആണുങ്ങളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള സ്ത്രീകളോടാണ്. നിങ്ങൾ ആരെയും ട്രാപ്പ് ചെയ്യാൻ സാധിച്ചേക്കാം. അതിനുള്ളൊരു വശീകരണ ശക്തി നിങ്ങളിലുണ്ട്. ബട്ട് ആ വശീകരണ ശക്തി ഉപയോഗിച്ച് പബ്ലിക് പൊല്യൂഷൻ ഉണ്ടാകും. പബ്ലിക്കിനെ പൊല്യൂട്ടാക്കരുത്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒതുക്കുക. നിങ്ങൾ സ്വയം ലെറ്റ് ഡൗൺ ചെയ്ത് നിങ്ങളുടെ ആ മോശമായ വശങ്ങളെ പബ്ലിക്കിലോട്ട് എത്തിപ്പിച്ച് നിങ്ങൾക്കൊന്നും നേടാനില്ല. അത് നിങ്ങളെ നാണം കിടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയക്കാരോടും പുരുഷന്മാരോടും പറയാനുള്ളത്, കുറച്ച് എന്താ പറയുക, എന്തിനും ചെറിയ കൺട്രോളൊക്കെ വേണം. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലിരിക്കുമ്പോൾ ആരോപണങ്ങൾ വളരെ വേഗം ഉന്നയിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. ആരോപണങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് ഒരളവിൽ കഴിഞ്ഞ, പരിധിയിൽ കഴിഞ്ഞ ആരോപണങ്ങൾ ആയിരിക്കരുത്. ചെറിയൊരു ആരോപണം ഉണ്ടെങ്കിലും അതിനെ ഡെവലപ്പ് ചെയ്യാൻ വളരെ പ്രാഗൽഭ്യം കിട്ടിയ മാധ്യമപ്രവർത്തകർ നാല് ചുറ്റുമുണ്ട്. അവരതിനെ പല രീതിയിലും വളച്ചൊടിച്ച് വാർത്തയാക്കി മാറ്റും. എന്നാൽ ഒരു കാര്യം, തീ ഉണ്ടാകാതെ പുകയില്ല. പുകയുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് അവിടെ, തീ എവിടെയോ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല, പുകഞ്ഞുകൊണ്ടേയിരിക്കും. സോ മാധ്യമപ്രവർത്തകരോടും രാഷ്ട്രീയക്കാരോടും ഒരിക്കൽ കൂടി പറയുന്നു, പബ്ലിക്കിനെ വിഡികളാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഒരു തവണയോ 2 തവണയോ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും പബ്ലിക്കിനെ വിഡികളാക്കാൻ പറ്റും. ബട്ട് അത് ഒരു ത്രൂഔട്ട് സമയം വരെ അത് നടക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന പബ്ലിക്കല്ല. എപ്പോഴും പബ്ലിക്കിനെ ഫൂള് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ മിഥ്യാബോധമാണ്. അതുകൊണ്ട് ചെയ്ത വിഡ്ഢിത്തരങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുക. ചെയ്തതിനെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കുക. എല്ലാവർക്കും നല്ലത് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതായിരിക്കും നല്ലത്. നിങ്ങൾ ഉപദ്രവിച്ചില്ലെങ്കിലും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. കുഞ്ഞു തലമുറകൾ വരെ ഇപ്പോൾ ഒരുപാട് ചിന്തിക്കുന്ന കാലമാണ്. കുഞ്ഞു തലമുറകൾ, അവരുടെ മുമ്പിൽ വിഡ്ഢിവേഷം കെട്ടാതിരിക്കുക. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അവസാനമായി ഒരിക്കൽ കൂടി പറഞ്ഞു, വാർത്തകൾ കൊടുക്കുന്ന മാധ്യമപ്രവർത്തകരും പബ്ലിക്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീയും പുരുഷനും എപ്പോഴും സമൂഹത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനെ ഒരു മോശമായ റിസൾട്ട് വരുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.